ഇനി നമുക്ക് റൊമേനിയയ്ക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും. ഇങ്ങനെ പോകാനായിട്ട് നമുക്കൊരു ജോബ് ഓഫറോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. IELTS, TOEFL അല്ലെങ്കിൽ പിന്നെ OET, PT ഇതുപോലുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആൾറെഡി നമ്മളുടെ രാജ്യത്ത് ടാക്സ് പേ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിസയിൽ പോണ ആൾക്ക് അവിടെ പോയിട്ട് ഒരു ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇൻകത്തിൽ നിന്ന് അതിൻ്റെ ഒരു ടാക്സ് ഒന്നും നമ്മൾ വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു റൊമേനിയ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണെന്ന് നമുക്കറിയാം. അതായത് ഹംഗറി, അതുപോലെ തന്നെ പോളണ്ട്, മാൾഡോവ, ബൾഗേറിയ, അതുപോലെ തന്നെ സെർബിയ, ഇതൊക്കെയാണ് ഈ ഒരു റൊമേനിയൻ്റെ ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഷെങ്കൻ രാജ്യം കൂടിയാണ് ഈ ഒരു റൊമേനിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റൊമേനിയയ്ക്കുള്ള ഈ ഒരു വിസ പ്രോസസ്സിംഗ് ഒക്കെ വളരെ സ്മൂത്ത്, അതുപോലെ തന്നെ ക്വിക്കായിട്ട് നടക്കുന്നതാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം ആയിട്ട് വെറും 2 വീക്സ്, ഏകദേശം 2 ആഴ്ച മാത്രത്തോടെ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു റൊമേനിയയ്ക്കുള്ള ഈ ഒരു വിസയുടെ ബെനിഫിറ്റ്സ്, റിക്വയർമെൻറ്റ്സ്, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. സോ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. Hi everyone, it's me Shyam and this is Wayfarer Insights. സോ അപ്പോൾ നമ്മൾ ഈ ഒരു റൊമേനിയൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇനി ജോലിക്കായിട്ട് പോകാൻ പറ്റും. ഈ ഒരു റൊമേനിയ എന്ന് പറയുന്നത് ഒരു EU രാജ്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റൊമേനിയൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കി നോക്കാം. നമ്മളുടെ ഡ്രാക്കുള കോട്ടയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു റൊമേനിയയിലാണ്, അതായത് ട്രാൻസിൽവേനിയ പറഞ്ഞ സ്ഥലത്ത്. അതുപോലെ തന്നെ ബ്രൗൺ ബിയേഴ്സ്, ഒരുപാട് മൗണ്ടെയിൻസ്, അങ്ങനെ ഒരുപാട് കാര്യത്തിൽ ഈ ഒരു റൊമേനിയ ഫേമസ് ആണ്. ഇനി ഇത് ഏത് വിസയാണ് നോക്കി നോക്കാം. ആക്ച്വലി ഈ ഒരു വിസയുടെ പേര് എന്ന് പറയുന്നത് ഡിജിറ്റൽ നോമഡ് വിസ എന്നുള്ളതാണ് കേട്ടോ. അതായത് റൊമേനിയ ഡിജിറ്റൽ നോമഡ് വിസ 2024. ഈ ഒരു വിസയിൽ പോകുന്ന ഒരാൾക്ക്, അതായത് ഡിജിറ്റൽ നോമഡ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോ ഇൻകം റിക്വയർമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ ഇത്ര കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. ബട്ട് ഇതിൻ്റെ ലോ ഇൻകം റിക്വയർമെൻറ്റ്സ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ടാക്സ് ഫ്രീ ഇൻകം നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഇൻകം ടാക്സ് ഫ്രീ ആയിരിക്കും. പിന്നെ ലോ കോസ്റ്റ് ഓഫ് ലിവിങ്, ഈ ഒരു റൊമേനിയയിൽ നമുക്ക് ജീവിക്കാനൊക്കെ ആയിട്ട് വളരെ ലോ കോസ്റ്റ് ആണ് പറയുന്നത്. ഒന്ന് ഓർക്കണം, ഒരു EU രാജ്യമാണ്. അപ്പോൾ ബാക്കിയുള്ള EU രാജ്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ജീവിക്കാൻ വളരെ ലോ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ പറയുന്നത് ഫാസ്റ്റ് ഇൻ്റർനെറ്റ് സ്പീഡാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്മൂത്ത് വിസ പ്രോസസ്സിങ്ങും ഉണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. According to the visa guide, World Romania holds the number 3 spot, following only Spain and Argentina. ഓക്കെ, എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിജിറ്റൽ നോമഡ് വിസ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസ എന്നുള്ളത് പല ആളുകൾക്കും അറിയുണ്ടാവും. എന്തായാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇപ്പോൾ ആൾറെഡി ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസ സൗത്ത് കൊറിയ, ഗ്രീസ്, ജപ്പാൻ, കാനഡ, മാൾട്ട, പോർച്ചുഗൽ, UAE, അതുപോലെ തന്നെ സ്വീഡൻ, ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളും പുറത്ത് വിട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഫ്രീലാൻസർ ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യൂട്യൂബർ ആണോ, അല്ലെങ്കിൽ വ്ളോഗർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന് ഓർത്ത് നോക്കണം, നിങ്ങളിപ്പോൾ ഒരു ഫ്രീലാൻസിങ് ജോബാണ്. ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഇപ്പോൾ ഉണ്ട്. ഒരുപാട് ആളുകൾ ഫ്രീലാൻസ് ആയിട്ട് പല ജോബ്സും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വർക്ക് ഫ്രം ഹോം ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോഷോപ്പോ, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്, അല്ലെങ്കിൽ എഡിറ്റിങ്, അങ്ങനെ പല ജോബ്സും, അങ്ങനെ ഓൺലൈനായിട്ട് ഫ്രീലാൻസിങ് ജോബ്സ് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസ അലോ ചെയ്യണത്. സോ എന്തായാലും ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസേൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഫസ്റ്റത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈസി അപ്ലിക്കേഷൻ പ്രോസസ്സ്. യെസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റൊമേനിയയ്ക്ക് എത്തിച്ചേരാനുള്ള ഇതിൻ്റെ അപ്ലിക്കേഷൻസ് പ്രോസസ്സിംഗ് ഒക്കെ വളരെ പെട്ടെന്നാണ് നടക്കുക എന്നുള്ളത്. യു ക്യാൻ അപ്ലൈ ഫോർ ദ റൊമേനിയ ഡിജിറ്റൽ വിസ അറ്റ് യുവർ ലോക്കൽ റൊമേനിയൻ എംബസി ഓർ ത്രൂ ദ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് വെബ്സൈറ്റ്സ്. നമ്മളുടെ നാട്ടിലുള്ള എംബസിയിൽ, അതായത് റൊമേനിയൻ എംബസികളുണ്ട്. സോ അപ്പോൾ ഈ ഒരു എംബസികളൊക്കെ ഡൽഹിയിലാണ് ഉണ്ടാവല്. അവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ടാക്സ് ഫ്രീ കൺട്രി ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആൾറെഡി നമ്മുടെ രാജ്യത്ത് ടാക്സ് കൊടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വിസയിൽ പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ഒരു ടാക്സ് നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലോ കോസ്റ്റ് ഓഫ് ലിവിങ്, അതുപോലെ തന്നെ ലോ ഇൻകം റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ പറയുന്നുണ്ട് an opportunity to travel to other Schengen countries without the need for a visa. ഈ ഒരു റൊമേനിയ എന്ന് പറയുന്നത് ഷെങ്കൻ രാജ്യമാണ്. അപ്പോൾ ഈ ഒരു റൊമേനിയയ്ക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 27 ഷെങ്കൻ രാജ്യങ്ങളിലേക്കും ബാക്കിയുള്ള 27 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒരു വിസ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്.
ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസയുടെ, അതായത് ഈ ഒരു റൊമേനിയൻ ഡിജിറ്റൽ വിസയുടെ റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഫസ്റ്റത്തെ ഒന്ന് പറയുന്നത്, യു മസ്റ്റ് ബി ഏബിൾ ടു പ്രൂവ് ദാറ്റ് യു ക്യാൻ വർക്ക് റിമോട്ട്ലി. അതായത് ഇതുപോലെ പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് നമ്മൾ തെളിയിക്കണം. അതുപോലെ തന്നെ പിന്നെ പറയുന്നത്, നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, ഫ്രീലാൻസേഴ്സ്, യൂട്യൂബേഴ്സ്, ബ്ലോഗേഴ്സ് ഇതുപോലുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത്, യു നീഡ് ഹെൽത്ത് ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് ആൾ ദ കോസ്റ്റ് ഡ്യൂറിങ് യുവർ ട്രാവൽ ആൻഡ് യുവർ സ്റ്റേ ഇൻ റൊമേനിയ. ഓക്കെ, നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടി വരും. പിന്നെ നമുക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാനും പിന്നെ അവിടെ റൊമേനിയയിൽ ജീവിക്കാനുള്ള ഒരു ലിവിങ് കോസ്റ്റ് നമ്മൾ കാണിക്കേണ്ടി വരും. സർട്ടിഫിക്കറ്റ് ഓഫ് എ ക്ലീൻ ക്രിമിനൽ റെക്കോർഡ്. ഓക്കെ, നമ്മളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് തെളിയിക്കണ ഒരു PCC എന്തെങ്കിലും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും പറയുന്നുണ്ട്. പിന്നെ പറയുന്നത്, കംപ്ലീറ്റഡ് വിസ ആപ്ലിക്കേഷൻ ഫോം. നമ്മളുടെ ആ വിസ ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ പറയുന്നത്, വാലിഡ് ആയിട്ടൊരു പാസ്പോർട്ട് വേണ്ടി വരും. ഓക്കെ, ഈ ഒരു പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി, അതായത് വിത്ത് അറ്റ്ലീസ്റ്റ് 6 months വാലിഡിറ്റി ബിയോണ്ട് യുവർ ഇൻറ്റൻഡഡ് സ്റ്റേ. 2 recent പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണ്ടി വരും. പിന്നെ പറയുന്നത്, പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ഇൻ റൊമേനിയ. നമ്മളവിടെ റൊമേനിയയിൽ പോയിട്ട് നമുക്ക് താമസിക്കാനുള്ള നമ്മളുടെ ആ ഒരു അക്കോമഡേഷനുള്ള ഒരു പ്രൂഫ് നമ്മൾ കാണിക്കേണ്ടി വരും. അതായത് നമ്മളുടെ ഹോട്ടൽ റിസർവേഷൻ്റെ പ്രൂഫോ അല്ലെങ്കിൽ പിന്നെ റെൻ്റൽ അഗ്രിമെൻറ്റ് അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ മതി. പിന്നെ പറയുന്നത്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡോക്യുമെൻറ്റ്സ് ഡിമോൺസ്ട്രേറ്റിംഗ് സഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അതായത് നമ്മളവിടെ നിൽക്കണ വരെ നമ്മളുടെ ലിവിങ് കോസ്റ്റൊക്കെ നമുക്ക് നോക്കാനുള്ള കഴിവുണ്ട് തെളിയിക്കാനായിട്ട് നമ്മളുടെ ഒരു പ്രൂഫ്, ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും കൊടുത്താൽ മതി. പിന്നെ പറയുന്നത്, പ്രൂഫ് ഓഫ് റിമോട്ട് വർക്കിംഗ്. നമ്മൾ ആ റിമോട്ട് വർക്കിൻ്റെ എന്തെങ്കിലും പ്രൂഫ് കാണിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഫ്രീലാൻസർ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പേപ്പേഴ്സ് എന്തെങ്കിലും കാണിച്ചാൽ മതി. പിന്നെ പറയുന്നത്, പ്രൂഫ് ഓഫ് പെയ്ഡ് ടാക്സസ്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ എന്തെങ്കിലും ടാക്സ് പേ ചെയ്തതിൻ്റെ ഒരു പ്രൂഫ് കാണിക്കേണ്ടി വരും. പിന്നെ പറയുന്നത്, പ്രൂഫ് ഓഫ് ടിക്കറ്റ് ടു എൻ്റർ ദ കൺട്രി. ആ ഒരു ടിക്കറ്റിൻ്റെ എന്തെങ്കിലും പ്രൂഫ് ഇതൊക്കെ വേണ്ടി വരും. പിന്നെ പറയുന്നത്, മിനിമം ഇൻകം റിക്വയർമെൻറ്റ്സ്. അത് എത്രയും നോക്കി നോക്കാം. അതായത് പാസ്റ്റ് 6 months, ലാസ്റ്റുള്ള ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു 3300 അല്ലെങ്കിൽ 3700 വരെ യൂറോ നമ്മൾ നേടുന്ന ഒരു ജോബ് ആയിരിക്കണം നമ്മളുടേതെന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്രയെങ്കിലും നേടിയുന്ന ഒരു ജോബ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, അതിനുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ജോബ് ഓഫേഴ്സൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, എന്തായാലും ലാഗ് ആക്കണില്ല. ഇനി എങ്ങനെയാണ് നോക്കി നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റൊമേനിയൻ വിസ പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിൽ പോയിട്ട് ഒരു ക്രിയേറ്റ് ആൻ ഓൺലൈൻ അക്കൗണ്ട്, ഒരു ഓൺലൈൻ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ പറയുന്നത്, പ്രിപ്പയർ ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്. അതായത് ഗേദർ ആൾ ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ലിസ്റ്റഡ് ഹിയർ. ഞാനൊരു ലിങ്ക് കൊടുക്കുക, അതിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഒന്നുമില്ല, നമ്മൾ നേരത്തെ റിക്വയർമെൻറ്റ്സിൽ കുറച്ച് പ്രൂഫിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് മെയിനായിട്ട് കളക്ട് ചെയ്യാൻ പറയുന്നത്. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത്, അപ്ലൈ ഫോർ ദ വിസ. പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. മേക്ക് ഷുവർ ടു സെലക്ട് ദ റൈറ്റ് വിസ ടൈപ്പ്. ലോങ് സ്റ്റേ വിസയ്ക്ക് ഒരു ഡി വിസയ്ക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ഫോർ ദ റെസ്പോൺസ്. നമ്മൾ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത ശേഷം അവരുടെ റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരു 2 weeks കൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ റെസ്പോൺസ് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിസ കിട്ടാൻ അർഹനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിസ തീർച്ചയായിട്ടും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. എന്തായാലും ഇവർ ഇതിൻ്റെ റെസ്പോൺസ് അറിയിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസേൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്തായാലും അത് ചെക്ക് ചെയ്യുക. ആവശ്യമുള്ള ആളുകളൊക്കെ അത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വേറെയും ഒരുപാട് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെയും ഡിജിറ്റൽ നോമഡ് വിസേൻ്റെ ലിങ്കൊക്കെ അതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ചെക്ക് ചെയ്യുക. റൊമേനിയയ്ക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ചെക്ക് ചെയ്യുക. സോ ഇതെന്തായാലും നല്ലൊരു അവസരം തന്നെയാണ്, ആരും മിസ്സാക്കരുത്. എന്തായാലും ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി, ഇറ്റ്സ് മീ ശ്യാം. ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.